മാണിനങ്കേരെ ഇരച്ചുപെട്ടെ തുണ്ടുകയ മാണിനങ്കേരെ എള്ളുള്ളേറി മാണിനങ്കേരെ വിരച്ചുപെട്ടെ തുണ്ടുകയ മാണിനങ്കേരെ മാണിനങ്കേരെ തങ്കാട്ടി കുമരിനങ്കേരെ കുമരിനങ്കേരെ തങ്കാട്ടി മാണിനങ്കേരെ മാണിനങ്കേരെ തങ്കാട്ടി കുമരിനങ്കേരെ കുമരിനങ്കേരെ തങ്കാട്ടി മാണിനങ്കേരെ താനെ താനാനെ താനാനെ തനെ താനെ താനാനെ താനാനെ താനെ താനാനെ താനാനെ തനെ താനെ താനാനെ താനാനെ മാണിനഗര തങ്കാട്ടി മതുമ്പളതുണ്ടേ മാണിനഗര തങ്കാട്ടി മതുമ്പളതുണ്ടേ മാണിനഗര തങ്കാട്ടി മതുമ്പളതുണ്ടേ മാണിനഗര തങ്കാട്ടി മതുമ്പളതുണ്ടേ മാണിനഗരെ തങ്കാട്ടി കുമരിനഗരെ കുമരിനഗരെ തങ്കാട്ടി മാണിനഗരെ മാണിനഗരെ തങ്കാട്ടി കുമരിനഗരെ കുമരിനഗരെ തങ്കാട്ടി മാണിനഗരെ താനെ താനാനെ താനാനെ തനെ താനെ താനാനെ താനാനെ താനെ താനാനെ താനാനെ തനെ താനെ താനാനെ താനാനെ மஞ்சள் கொண்டு மாணி நங்கருக்கு எண்ணா கொண்டு மஞ்சள் கொண்டு சிக்குட்டி நங்கருக்கு எண்ணா கொண்டு மஞ்சள் கொண்டு மாணி நங்கருக்கு எண்ணா கொண்டு மஞ்சள் கொண்டு சிக்குட்டி நங்கருக்கு மாணி நங்கேரே தங்காட்டி குமரி நங்கேரே குமரி நங்கேரே தங்காட்டி மாணி நங்கேரே மாணி நங்கேரே தங்காட்டி குமரி நங்கேரே குமரி நங்கேரே தங்காட்டி மாணி நங்கேரே தானே தானானே தானானே தனே தானே தானானே தானானே தானே தானானே தானானே தனே தானே தானானே தானானே அகல் பந்தன புஜி என்ன பாவே பந்தாடு எழுந்தள்ளி பாடு அகல் பந்தன புஜி என்ன பாவே பந்தாடு எழுந்தள்ளி பாடு மாணி நங்கேரே தங்காட்டி குமரி நங்கேரே குமரி நங்கேரே தங்காட்டி மாணி நங்கேரே மாணி நங்கேரே தங்காட்டி குமரி நங்கேரே குமரி நங்கேரே தங்காட்டி மாணி நங்கேரே தானே தானானே தானானே தனே தானே தானானே தானானே தானே தானானே தானானே தனே தானே தானானே தானானே ளிப்பாடு எழுந்தளிப்பாடு உள்ளத்தின் நலிப்பாடு எழுந்தளிப்பாடு உள்ளத்தின் நலிப்பாடு எழுந்தளிப்பாடு உள்ளத்தின் நலிப்பாடு எழுந்தளிப்பாடு மாணி நங்கேரே தங்காட்டி குமரி நங்கேரே குமரி நங்கேரே தங்காட்டி மாணி நங்கேரே மாணி நங்கேரே தங்காட்டி குமரி நங்கேரே குமரி நங்கேரே தங்காட்டி மாணி நங்கேரே தானே தானானே தானானே தனே தானே தானானே தானானே தானே தானானே தானானே தனே தானே தானானே தானானே எள்ளுள்ளேரி மாணி நங்கேரே இரச்சுப்பெட்டே துண்டுகைய மாணி நங்கேரே எள்ளுள்ளேரி மாணி நங்கேரே இரச்சுப்பெட்டே துண்டுகைய மாணி நங்கேரே மாணி நங்கேரே தங்காட்டி குமரி நங்கேரே குமரி நங்கேரே தங்காட்டி மாணி நங்கேரே மாணி நங்கேரே தங்காட்டி குமரி நங்கேரே குமரி நங்கேரே தங்காட்டி மாணி நங்கேரே தானே தானானே தானானே தனே தானே தானானே தானானே தானே தானானே தானானே தனே தானே தானானே தானானே எள்ளுள்ளேரி மாணி நங்கேரே இரச்சுப்பெட்டே துண்டுகைய மாணி நங்கேரே எள்ளுள்ளேரி
ഫോക്ക് സോങ് റൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴൊക്കെ എപ്പോഴും ഈ ഒരു സോങ് വെച്ചിട്ട് എപ്പോഴും ഡാൻസ് ഒക്കെ കളിക്കും. അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഡാൻസേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു. ഫുൾ സോങ് ഭയങ്കര അടിപൊളിയായിരുന്നു. സൂപ്പർ. ഇനി ചോദിക്കാം, തൂവലൊക്കെ വെച്ച് നിൽക്കുക. ശരത് സാർ. മോളെ, ഓ പ്രിയപ്പെട്ട ആങ്കർ പറഞ്ഞ പോലെ നല്ലൊരു കിടുക്കാച്ചി ഐറ്റമാണ് ഇത്. ട്രഡീഷണൽ ആണല്ലേ മോളെ? അപ്പൊ എന്തൊക്കെയായാലും അത് കൊള്ളാതെ നല്ല ഒരു സുഖമുണ്ട്, ഒരു ഉണർവുണ്ട്. നമുക്കൊക്കെ നമ്മൾ ഉറക്കം ഇരുന്നാലും ഇത് കേൾക്കുമ്പോ ഉണരും എന്ന് പറഞ്ഞിട്ട് ഉണരും. അല്ല, അങ്ങനെ ഒരു വൈബുള്ള പാട്ടാണ്. അതെ, മോള് നന്നായിട്ട് പാടി. മോളെ കാണാനും കൊള്ളാം, ഒക്കെ കൊള്ളാം. മക്കളെ, ഈ പാടിയതിലൊന്നും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. ഒരു ഓളൊഴുകും പാട്ട. പക്ഷെ ചില ഏരിയകൾ വളരെ ശ്രുതിയുടെ കാര്യത്തിൽ വളരെ പ്രത്യേകിച്ച് ആ എണ്ണ കൊണ്ടുവന്നതൊക്കെ ഞാൻ വരച്ച് എണ്ണ ചവിട്ടി തെറ്റി വീണെന്ന് കുഞ്ഞ്. അത് ഒന്നും നോക്കിക്കോളെ മക്കളെ. ശ്രുതി വലുതായിട്ട് നമ്മൾ നോക്കത്തില്ലെങ്കിലും ഈ വല്ലാണ്ട് കൊണ്ട് വിട്ട് നിൽക്കുമ്പോൾ അതൊരു സുഖക്കുറവാണ്. അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ. അല്ലാതെ ഫോക്കാണ്, അത് പോക്കാവരുത് കേട്ടോ. അത്രേ ഉള്ളൂ. മോള് നന്നായിട്ട് തന്നെ ചെയ്തു. ഡാൻസേഴ്സ് വളരെ നന്നായിരുന്നു. പിന്നെ നമ്മുടെ കോറസ് കുഞ്ഞുങ്ങളും ഫാനായിരുന്നു അതിൻ്റെ ലീഡർ. അതിൻ്റെ ഒരു ചെറിയ കുഴപ്പം ഒഴിച്ച് നോക്കിയാൽ ബാക്കി കോറസ് നന്നായിരുന്നു. ഏതോ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലേ, എന്ത് ചെയ്യണം, എവിടെ കളിക്കണം. കുറെ നേരം കൊണ്ട് ഇങ്ങനെ കൊച്ചു നിൽക്കുന്നു, കൈ പൊക്കുന്നു, ഇവിടെ ചൊറിയുന്നു, പിന്നെ അങ്ങനെ കുറെ കൺഫ്യൂസ്. അത് പോട്ടെ, ഞങ്ങളതൊന്നും അതൊക്കെ വിട്ട് മോളെ. പക്ഷെ നല്ല സുഖമുള്ളൊരു പാട്ടായിരുന്നു മോളെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ശ്രീനി സാർ. തീർത്ത ഓ കലക്കി, താങ്ക് യു സർ. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. ഇതൊരു രസമായിരുന്നു. ഇത് എവിടുത്തെ ഏത് റീജിയന്റെ പാട്ടാണ്? ഇത് കാസർഗോഡാണോ? അത് ശരി. ഞാൻ വിചാരിച്ചു തെങ്കാശി എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ആ ഒരു ലൈനില്ല, മാണിനങ്കര തങ്കട്ടി. അതാണ് അണ്ണൻ തെങ്കാശിന്ന് തോന്നി. അണ്ണനപ്പൊ തെങ്കാശിയായിട്ട് എന്തോ ഒരു കണക്ഷൻ തെങ്കാശിയായിട്ട് കണക്ഷനൊക്കെ ഉണ്ടെണ്ണ. ഞാൻ ജനിച്ചത് അംബാസമുദ്രത്തിലല്ല. അതുകൊണ്ട് തെങ്കാശിയിലുള്ള കണക്ഷനെ പറ്റി പറയാൻ തെങ്കാശി വഴി അംബാസമുദ്രത്തിനെ പറ്റി കേൾക്കണ്ട. തെങ്കാശിയുടെ അടുത്താണ് കുത്താലം. അതും ഞങ്ങൾക്ക് ആവശ്യമില്ല. കുത്താലത്തിൽ പോയിട്ട് നമ്മൾ ഇഷ്ടം പോലെ കുളിച്ചിട്ടുണ്ട്. തെങ്കാശിയിൽ പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ലടാ. ശരിയാണ്, അതിന്റെ ആവശ്യമില്ല. ഞാനും തെങ്കാശിയായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. തെങ്കാശി പട്ടണം പടം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് വിധി ഇത്, ഞാൻ നിർത്തി കേട്ടോ. വല്ലാത്ത ചതീത്. അല്ല, ഒരു പറയുന്നതിന് ഒരു ന്യായം വേണ്ട, ഒരു സ്നേഹം വേണ്ടേ? ഞാനും വിനീതും കൂടെ എന്നൊക്കെ പറഞ്ഞു വരും. ഞാൻ വിചാരിച്ചു തെങ്കാശിപ്പട്ടുണ്ട് ഷാൻ ആയിരിക്കും ചെയ്തതെന്ന്. ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. വൃത്തി കെട്ടവൻ അത് കണ്ടെന്ന്. കുറെ പ്രാവശ്യം കേട്ടു. നല്ല പടം. എന്നാ ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ട്. തെങ്കാശിയായിട്ട് ഒരു ബന്ധമില്ല ഈ പാട്ടിന്. കലക്കി കേട്ടോ. പക്ഷെ എന്ത് പാടിയാലും ലിറിക്സിന് പിടിക്കാൻ പറ്റില്ല ഇവർക്ക്. അതാണ് തീർത്താ പാടുന്നതാണ് ലിറിക്സ്. അത്രയുള്ളൂ. ഇതിന്റെ അർത്ഥമൊക്കെ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ദാറ്റ് ഈസ് എ ബ്യൂട്ടി. ആണോ? അറിയാമോ? എന്താണ്? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ എന്ത് കിട്ടി മക്കളെ? എന്തോ കാസർഗോഡ് ഭാഗത്തുള്ള കല്യാണ സമയത്ത് കല്യാണം നടത്തുമ്പോ പാടുന്ന പാട്ടാണ്. അല്ല മക്കളെ, അതല്ല ചോദിച്ചത്. ഈ അണ്ണാച്ചി ചോദിച്ചത് ഇതിന്റെ അർത്ഥം അറിയാമോ എന്നാണ് ചോദിച്ചത്. പാട്ടിന്റെ അർത്ഥം എന്ത് വേണമെങ്കിലും ആവട്ടെ. ഇനി കല്യാണം കഴിഞ്ഞ് ഇനി ഒന്നുമില്ല നമുക്കെന്ന്, അതാണോ? ഇതോടുകൂടി ഒരു തീരുമാനമായി. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പറയണം അണ്ണാച്ചി. അങ്ങനൊന്നും പറയല്ലേ. അല്ല, എങ്ങനെ പറയല്ലേ? അല്ല, ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഞാൻ പറഞ്ഞ എന്താണ്, അതും പോസിറ്റീവ് വേയിൽ എടുക്കണം അണ്ണാ. അണ്ണൻ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കരുത്. ഒരു കോട്ട് ഇട്ടിട്ട് വന്നിട്ട് വൃത്തികേട്. ഓക്കെ, താങ്ക് യു ശ്രീനി സാർ. ഷാനിക്ക. തീർത്ത അടിച്ചു പൊളിച്ചു പാടി മോളെ. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ ആ വേഷവും ആ ഡാൻസേഴ്സും എല്ലാവരും കൂടെ വന്നപ്പോഴേക്കും മൊത്തത്തിൽ ഒരു ഓളായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ പഴയ ഫോക്ക് സോങ്സ് ഒക്കെ വേറൊരു രൂപത്തില് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് തന്നെ പ്രസീത ചേച്ചി പാടിയിട്ട് ജസ്റ്റിൻ വർഗീസ് വേറൊരു രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് അജഗജാന്തർ എന്ന് പറഞ്ഞ പടത്തിൽ വന്നു. അതാണെങ്കിൽ ആ വേർഷൻ ഒരു വൻ വേർഷനാണ്. അതിന് ഡാൻസ് ചെയ്യാത്തതായിട്ട് ആരുമില്ല. അത് ഒരു ഉഗ്രൻ വേർഷൻ ജസ്റ്റിന്റെ. പിന്നെ
കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ മാത്രമാണ്. പിന്നെ ഇതൊരു ഓളപ്പാട്ടാണ്. സാധാരണ തീർത്ഥ ഈ ടൈപ്പ് പാട്ടുകളൊന്നും അറ്റംപ്റ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ ഒരു ഡിഫറൻറ്റ് സംഭവം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു അറ്റയറും ആ ഒരു മൊത്തത്തിലുള്ള പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മാഡം. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ഷാനിക്ക. തീർത്ഥ ഓ 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ 8.5 മാർക്ക്. താങ്ക് യു സർ. ശ്രീനി സർ. ഓക്കെ, സോ ടോട്ടൽ 17 മാർക്സ്. അടിപൊളി. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിപമഗ